നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray, please. നമുക്ക് പ്രാർത്ഥിക്കാം. Father, we pray that you would speak to us as we look at your word. ഞങ്ങൾ അങ്ങയുടെ വചനത്തിലോട്ട് നോക്കുമ്പം കർത്താവേ, പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. And write in our hearts the things that you want us to walk in. ഞങ്ങൾ നടക്കേണ്ട കാര്യങ്ങളിൽ കർത്താവേ നടക്കാൻ അങ്ങിത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതി തരണമേ. Help us to obey you. അങ്ങേ അനുസരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. In Jesus' name. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Today is a day that most people around the world celebrate as Palm Sunday, a day when Jesus entered the city of Jerusalem. ഇന്ന് ലോകമെമ്പാടും ഹോസന്ന ഞായറാഴ്ച ആചരിച്ചു വരുന്നു. ഈ ദിവസമാണ് യേശുക്രിസ്തു ജെറുസലേം പട്ടണത്തിൽ പ്രവേശിച്ച ദിവസം. Why were the people of Jesus' time very excited about Jesus entering Jerusalem? എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ജെറുസലേമിലോട്ട് പ്രവേശിക്കുന്നതിൽ ജനം സന്തോഷിച്ചത്? They were expecting a king to come. ജനം ഒരു രാജാവ് വരാനായിട്ട് കാത്തിരിക്കുവായിരുന്നു, പ്രതീക്ഷിക്കുവായിരുന്നു. In the Old Testament there was this expectation of a king, a righteous king who will come and rule, who will defeat their enemies and give them freedom. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഒരു നീതിയിൽ വാഴുന്ന ഒരു രാജാവ് വരും, അനീതിയുടെ രാജ്യത്തെ തോൽപ്പിച്ചിട്ട് അവൻ്റെ നീതിയുടെ രാജ്യം സ്ഥാപിക്കുമെന്ന് ജനത്തിന് അറിയാമായിരുന്നു. And they were waiting for this king to come, and in the Old Testament there were many prophecies about the new king coming and establishing justice and righteousness. ഒരു പഴയ നിയമത്തിൽ നമുക്ക് അവിടെ പ്രവചനം ഉണ്ടായിരുന്നു, ഒരു രാജാവ് വരും, ന്യായവും നീതിയും സ്ഥാപിക്കും എന്ന്. And so when Jesus came in on that Sunday, Palm Sunday, they were saying, Hosanna, Hosanna. അതുകൊണ്ട് അന്ന് യേശുക്രിസ്തു യെരുശലേമിലോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ജനം ഹൊസാന ഹൊസാന എന്ന് ആർപ്പിട്ടു. What does Hosanna mean? ആ ഹൊസാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? Save. രക്ഷിക്കുക. That's what it means actually. അതാണ് അതിന്റെ അർത്ഥം. Because they were actually hoping that the new king will come and defeat the Romans and establish a new kingdom, and there will be righteousness and justice and peace and amazing rule of God. അവർ പ്രതീക്ഷിച്ചത് പുതിയ ഒരു രാജാവ് വരും, പഴയ റോമ സാമ്രാജ്യത്തെ അങ്ങ് തോൽപ്പിച്ചിട്ട് ആ പുതിയ രാജാവ് ആ സിംഹാസനത്തിൽ ഇരിക്കും, നീതിയും ന്യായവും സമാധാനവും തിരികെ നമ്മൾക്ക് കിട്ടും എന്ന് അവർ പ്രതീക്ഷിച്ചു. I want to read a verse from the scripture now. ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I'll read both in English and Malayalam. Later I'll ask Anita to read other passages, but this I will read myself. ഇത് പാസ്റ്റർ തന്നെ വായിക്കും, അത് കഴിഞ്ഞിട്ടുള്ളത് അനിത വായിച്ചാൽ മതി. The verse is Psalm 89 verse 14. സങ്കീർത്തനം 89 14 വാക്യം. Righteousness and justice are the foundation of your throne. Loving kindness and truth go before you. നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നു, ദയയും വിശ്വസ്തയും നിനക്ക് മുൻപായി നടക്കുന്നു. So here we have a foundation of God's throne mentioned. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്. Now it's very interesting that we usually do not talk about justice and righteousness in the church very much. സാധാരണമായിട്ടും സഭകളിൽ നീതിയും ന്യായത്തെക്കുറിച്ചും പറയാറില്ല. That is supposed to be happening in the court. ആ ന്യായവും നീതിയും ഒക്കെ കോടതിയിലല്ലേ നടക്കേണ്ടത്? Or the government is supposed to work out justice and all for people. Poor people, take care of them. പാവപ്പെട്ടവർക്ക് വേണ്ടി ഗവൺമെന്റ് അല്ലേ നമ്മൾക്ക് നീതിയും ന്യായവും ഒക്കെ പുലർത്തേണ്ടത്? അവരല്ലേ ഗവൺമെന്റ് അല്ലേ സംരക്ഷിക്കേണ്ടത്? But when you look at the scriptures, we find that this is part of the character of God. നമ്മൾ ദൈവവചനത്തിലോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തെന്നറിയാമോ? ഇത് ദൈവത്തിന്റെ സ്വഭാവമാണ്.
In many places, people are a bit worried to talk about justice and righteousness. ഈ ന്യായവും നീതിയെക്കുറിച്ചും സംസാരിക്കുന്ന ഒത്തിരി സ്ഥലത്തും ആൾക്കാർ ഭയക്കുന്നു. Because they wonder, if I talk about righteousness and justice, that's the wrong type of an understanding. അവർ വിചാരിക്കുന്ന ന്യായവും നീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ ആൾക്കാർ തെറ്റായ രീതിയിൽ മനസ്സിലാക്കത്തില്ലേ എന്ന്. Let me tell you something right from the beginning of the Word of God. ദൈവവചനത്തിന്റെ ആരംഭം തൊട്ടുള്ള ഒരു സത്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. Man has been created in the image of God, man and woman. മനുഷ്യരെ, മാനവജാതിയെ ദൈവം തന്റെ സ്വന്തം സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചത്. പുരുഷനും സ്ത്രീയും. He repeats that, in the image of God he created them. അത് ദൈവം പിന്നെയും ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവൻ അവരെ സൃഷ്ടിച്ചു എന്ന്. So what that means is all of God's characteristics God wants us also to display. അവിടെ അർത്ഥമാക്കുന്ന എന്താണ്? ദൈവത്തിന്റെ സ്വഭാവ വിശേഷ അത് ദൈവം ആഗ്രഹിക്കുന്ന അത് ദൈവത്തിന്റെ സൃഷ്ടിയായ നമ്മളിലും അത് കാണപ്പെടണമെന്ന്. God is holy, he wants us to be holy. ദൈവം പരിശുദ്ധനാണ്, ദൈവം ആഗ്രഹിക്കുന്ന നമ്മളും ആ പരിശുദ്ധിയിൽ നടക്കുകയെന്ന്. God is loving, he wants us to be loving. ദൈവം സ്നേഹമാണ്, സ്നേഹിക്കുന്നവനാണ്, ദൈവം ആഗ്രഹിക്കുന്ന തന്റെ ജനവും സ്നേഹിക്കണമെന്ന്. God forgives, God wants us to forgive. ദൈവം ക്ഷമിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്ന നമ്മളും ക്ഷമിക്കണമെന്ന്. So we are called to, when I'm saying these examples, I just want you to understand that we are called to reflect the same character of God. ഞാൻ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയാം, നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ അതേ സ്വഭാവം നമ്മളിൽ നിന്നും പുറത്തു വരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. The church also has to reflect Jesus. സഭ യേശുവിനെ പ്രതിബിംബിക്കേണ്ടതായിട്ടുണ്ട്. A few 200 years after Jesus lived, യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചതിന് ശേഷം 200 വർഷത്തിനു ശേഷം there was a man by the name of Marcion. മാർസിയം എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഈ ലോകത്തിലുണ്ടായിരുന്നു. Now that man didn't like the Old Testament. ആ മാർസിയം എന്ന് പറഞ്ഞ വ്യക്തിക്ക് പഴയ നിയമം ഇഷ്ടമല്ലായിരുന്നു. So anything to do with Jews, he did a surgery on the New Testament. Anything to do with Jews, he cut it out. അതുകൊണ്ട് പുതിയ നിയമം അദ്ദേഹം വായിക്കുമ്പോഴും യഹൂദന്മാരെ കുറിച്ച് എന്തെങ്കിലും അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് വെട്ടിമാറ്റുമായിരുന്നു, അത് വിട്ടുകളയുമായിരുന്നു. And gradually Marcion made the New Testament 10 books, 10 New Testament books, and even those 10 books, not the full book, parts and pieces. അതിന് അവസാനം മാർസിയൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ പുതിയ നിയമം ഉണ്ടാക്കി. അതിനകത്ത് 10 പുസ്തകങ്ങളെ ഉള്ളായിരുന്നു. ആ 10 പുസ്തകം പോലും പൂർണ്ണമായിട്ടില്ലായിരുന്നു, പലതും വെട്ടിക്കുറച്ച് മാറ്റിയായിരുന്നു. What did Marcion do? എന്താണ് മാർസിയൻ ചെയ്തത്? Marcion just took what he wanted, and everything he did not like, he cut it out of the Bible. മാർസിയൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് മാത്രം ഏറ്റെടുത്തു, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം വെട്ടിമാറ്റി. Do we do anything like Marcion? നമ്മൾ ഈ മാർസിയനെ പോലെ നമ്മൾ ചെയ്യാറുണ്ടോ? No. Word of God, we obey the word of God totally. ഇല്ല, നമ്മൾ ദൈവവചനം പൂർണ്ണമായിട്ടും നമ്മൾ അനുസരിക്കുന്നവരാ. Really? ആണോ? Today when I speak the word, you may feel a bit uncomfortable. ഇന്ന് ഞാൻ ദൈവവചനം പറയുമ്പോൾ നിങ്ങൾക്ക് ചില അസ്വസ്ഥതകൾ തോന്നുമായിരിക്കും. Because it's not a comfortable word I have today. ഇന്ന് ഞാൻ പറയുന്ന വചനം അത് നിങ്ങളെ ഒരു ആശ്വസിപ്പിക്കുന്ന വചനമല്ല. It will make you, what is this pastor saying type of attitude. പാസ്റ്റർ എന്തോ പറയുന്നത്, അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരു പിരിമുറുക്കം ഉണ്ടാക്കുന്ന ഒരു വചനമായിരിക്കും, ഒരു ദൂതായിരിക്കും. Why? എന്തുകൊണ്ട്? Because very often we receive from the word of God what we like, and what we don't like, we don't use it. പലപ്പോഴും നമ്മൾ കാണുന്ന നമ്മളെ ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഏറ്റെടുക്കും, ഇഷ്ടമില്ലാത്തത് നമ്മൾ തള്ളിക്കളയും. So what is justice and righteousness? When I use the word, I'm going to speak about justice and righteousness. What did you think? ഈ ഞാൻ ന്യായവും നീതിയെക്കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ന്യായം നീതി എന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? I'm taking 30 seconds.
30 നിമിഷം എടുത്തൊന്ന് ചിന്തിച്ച്. What is justice and righteousness? എന്തുവാണ് ഈ ന്യായം, നീതി? Is this something to be taught in the church? ഇത് സഭയിൽ പഠിപ്പിച്ച കാര്യമാണോ? To be taught in the church? പഠിപ്പിക്കേണ്ടിയ? Is this something to be taught in the ഇത് church? സഭയിൽ പഠിപ്പിക്കേണ്ട കാര്യമാണോ? Isn't it something that people outside should be dealing with? We have to only look at our love towards God and, prayer and evangelism and that's all. I mean, why justice and righteousness? ഇതൊക്കെ പുറത്തുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ന്യായം, നീതി. നമ്മളൊക്കെ പറഞ്ഞു തരേണ്ടി എന്തുവാ? ദൈവത്തിനോടുള്ള സ്നേഹം, ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്, അതൊക്കെ പറഞ്ഞു തന്നാൽ മതി. Let me remind you, friends, if this is part of God, then this is to become part of us also. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാ, ദൈവത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ ഇത് നമ്മളുടെയും ഭാഗമായി മാറേണ്ടതായിട്ടുണ്ട്. You have to be concerned about justice and righteousness. ന്യായവും നീതിയെക്കുറിച്ചും നമ്മളും ബോധവാന്മാർ ആകണം. Okay, let me ask you another question. I'm going to ask this question in a different way. ഞാൻ വേറൊരു രീതിയിൽ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. How many of you are not bothered that you are not involved in agape? എത്ര പേര് ഇവിടെ ഇരിക്കുന്നവര് അവർ അഗാപ്പയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടാത്തതും കൊണ്ട് യാതൊരു പ്രശ്നമേ ഇല്ല, ഒരു അസാരമില്ല, ഞാൻ അതിനകത്ത് ഉൾപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, സാരമില്ല എന്ന് ചിന്തിക്കുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? I'll use the same question differently. ഞാൻ വേറെ രീതിയിൽ അതേ ചോദ്യം ചോദിക്കട്ടെ. How many of you are disturbed because you are not working in agape? എത്ര പേര് അഗാപ്പയുടെ പ്രവർത്തനത്തിനകത്ത് നിങ്ങൾ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത് പ്രവർത്തിക്കാത്തതും കൊണ്ട് എത്ര പേരുടെ ഉള്ളിൽ ഒരു വേവലാതി വരുന്നുണ്ട്? Some of you are looking at me as if I'm asking a weird question. ഞാൻ ഒരു വിചിത്രമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നെന്നുള്ള രീതിയിൽ നിങ്ങൾ എന്നെ നോക്കുന്നു. Why? എന്തും കൊണ്ട്? Why should I be involved in agape? അഗാപ്പയുടെ കാര്യത്തിനകത്ത് ഞാൻ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കണം? എന്തിനാ അതിനെക്കുറിച്ച് ഭാരപ്പെടണം? What's gone wrong with this pastor? ഈ പാസ്റ്റർ എന്താ Gone off his head? പാസ്റ്റർ എന്താ പട്ടുപിടിച്ചോ? You see, I'm just trying to shake you to make you understand what justice and righteousness is. ഈ ന്യായവും നീതിയും എന്തുവാണെന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് കുലുക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. In the Bible, ദൈവവചനത്തില് God is involved actively in the life of people who do not have. ദൈവവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവം ആൾക്കാർ ദരിദ്രര്, അവരുടെ കയ്യിൽ ഇല്ലാത്തവര്, അവരെക്കുറിച്ച് ദൈവം ഒത്തിരി ബോധവാനായിട്ട് അവരിൽ ഉറ്റമായിട്ട് അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. That is the whole meaning of justice and righteousness. അതാണ് ന്യായവും നീതിയും എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. God made us in His image. ദൈവം തന്റെ സാദൃശ്യത്തിൽ നമ്മളെ സൃഷ്ടിച്ചു. So we are called to be exactly like God. അതുകൊണ്ട് ദൈവത്തെ പോലെ തന്നെ നമ്മളും ആയിരിക്കണം എന്നാ ദൈവം ആ വിളിയാണ് നമ്മളുടെ മേലുള്ളത്. That is why He created us. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. So what is God like? What is God like? ദൈവം എങ്ങനെയുള്ളവനാണ്? He's always caring. എപ്പോഴും കരുതുന്നു, always loving, എപ്പോഴും സ്നേഹിക്കുന്നു, always protecting, എപ്പോഴും സംരക്ഷിക്കുന്നു, He's always forgiving. എപ്പോഴും ക്ഷമിക്കുന്നു. He is pure love. അവൻ തികഞ്ഞ കളങ്കമില്ലാത്ത സ്നേഹമാണ്. If someone is being oppressed, he fights for that man. ആരെങ്കിലും പീഡിപ്പിക്കുന്നെന്ന് കാണുന്ന ഉടനെ ആ വ്യക്തിക്ക് വേണ്ടി ദൈവം ചെന്ന് യുദ്ധം ചെയ്യും. If someone is going through a problem, he lifts that person. ഒരാൾ പ്രശ്നത്തിൽ കൂടി പോകുന്നത് കാണുന്ന ദൈവം അവരെ ചെന്ന് ആ പ്രശ്നത്തിൽ നിന്ന് വലിച്ചെടുക്കും. If someone is going through
it doesn't have what he basically needs. God provides for that person. അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ ഇല്ല എന്ന് ദൈവം കാണുവാണെങ്കിൽ ദൈവം അവർക്ക് വേണ്ടി കരുതും. അതാണ് നമ്മുടെ ദൈവം. Do you agree with this? നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ ഈ പറഞ്ഞത് കാര്യത്തില്? Yeah? ആണോ? Okay. Are you made in the image of God? നിങ്ങൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണോ? Are you involved in these things? ഈ വക ഇപ്പം പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളെ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ടോ? ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? You see, why are we not disturbed that we are not doing what God does? ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല എന്ന് നമ്മൾക്ക് എന്തുകൊണ്ട് ബോധം വരുന്നില്ല? അതുകൊണ്ട് ആ ചെയ്യുന്നില്ലാത്തതും കൊണ്ട് എന്തുകൊണ്ട് നമുക്ക് വിഷമം സങ്കടം വരുന്നില്ല? Because we fell into sin. പാപത്തിൽ നമ്മൾ വീണതാണ് ഇതിന് കാരണം. And the man who's supposed to be giving, the woman who's supposed to be giving is now grabbing. The man who's supposed to forgive is now hating. The man who's supposed to love is now destroying. ആ കൊടുക്കാനായിട്ട് സൃഷ്ടിക്കപ്പെട്ട സ്ത്രീയും പുരുഷനും ഇപ്പോൾ തട്ടിയെടുക്കുവാണ്. സ്നേഹിക്കണം എന്നുള്ള അതിനുവേണ്ടി സൃഷ്ടിച്ചവര് ഇപ്പോൾ സ്നേഹം ഇങ്ങോട്ടാണ് പ്രതീക്ഷിക്കുന്നത്. കൊടുക്കാനായിട്ടുള്ളവര് ഇപ്പോൾ തിരിച്ചു പ്രതീക്ഷിക്കുന്നു. We are going to be, and that is why pure justice and righteousness can only come when Jesus is the Lord of someone's life and we come into his kingdom, which is perfect kingdom. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ, ആ തികവുള്ള രാജ്യത്തിനകത്ത് വരികയും ഒരു വ്യക്തിയുടെ കർത്താവ് ഈ ദൈവമായി മാറുകയും ചെയ്യുവാണെങ്കിൽ മാത്രമേ നീതി പുലർത്താൻ പറ്റത്തുള്ളൂ. So does God therefore say, okay, then you just walk any way you want? അതുകൊണ്ട് ദൈവം പറയാന്ന്, ശരി, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങ് നീ നടന്നു, കുഴപ്പമില്ല എന്ന് പറയുവാണോ ദൈവം? No. Let me take you through the Bible now and I'll explain to you the will of God for your life and my life concerning justice and righteousness. നീതിയും ന്യായത്തെക്കുറിച്ചും ദൈവത്തിന് നമ്മളുടെ ജീവിതത്തിലുള്ള ഹിതം കാണിച്ചു തരാനായിട്ട് നമുക്ക് വേദപുസ്തകത്തിലോട്ട് നോക്കാം. Please turn to Genesis chapter 18. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിലോട്ട് നോക്കാം. Now this is a passage I have taught in this church quite often, but this I've taught in the context of training children and in the context of family life. ഈ ഭാഗം ഞാൻ ഈ സഭയിൽ പല പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ വളർത്തുന്നതും കുടുംബത്തിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെയാണ് ഞാൻ ഈ വാക്യങ്ങൾ എടുത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. But now I'm going to talk to you the same passage in a different context. പക്ഷെങ്കിൽ ഇന്ന് വേറെ ഒരു പശ്ചാത്തലത്തിൽ ഇതേ ഭാഗം ഞാൻ കാണിച്ചു തരാൻ Let me explain to you the context. ആ പശ്ചാത്തലം ഞാൻ പറഞ്ഞു തരട്ടെ. God came with 2 angels to Abraham. 2 സ്വർഗ്ഗദൂതന്മാരുടെ കൂടെ ദൈവം അബ്രഹാമിന്റെ അടുത്തോട്ട് കടന്നു വന്നു. And the reason he came was to tell him that he is going to have a son. ദൈവം കടന്നു വന്നതിന് കാരണം ഇതാണ്, അബ്രഹാമേ, നിനക്കൊരു പുത്രൻ ജനിക്കാൻ പോകുവാണെന്നുള്ള വാർത്ത അറിയിക്കാനാണ്. And he's also come to tell him about what he's going to do in Sodom. അതുമാത്രമല്ല, സോദോമില് ദൈവം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അതും അബ്രഹാമിനെ അറിയിക്കാനായിട്ടായിരുന്നു വന്നത്. Okay. Now, after meeting Abraham and Sarah and telling them about the promise, അബ്രഹാമിനെയും സാറായെയും കണ്ടുമുട്ടി അവരോടുള്ള വാഗ്ദത്തം ദൈവം അറിയിച്ചതിന് ശേഷം the angels moved towards Sodom. സ്വർഗ്ഗദൂതന്മാര് സോദോമിലോട്ട് കടന്നുപോയി. But the Lord is with Abraham, and here in the passage that's going to be read now by Anita, we are given an insight into the thought of God, the mind of God. ഈ സ്വർഗ്ഗദൂതന്മാര് സോദോമിലോട്ട് കടന്നുപോയി. പക്ഷെങ്കിൽ ദൈവം അബ്രഹാമിന്റെ കൂടെ തന്നെ നിന്ന് അവിടെ ദൈവത്തിന്റെ ചില ചിന്തകൾ എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. So Anita, can you read 18:16 to 19? ഉൽപ്പത്തി 18-ന്റെ 16 തൊട്ട് 19 വരെ ഒന്ന് വായിക്കാമോ? ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്ര അയപ്പാൻ അവരോട് കൂടെ പോയി. അപ്പോൾ യഹോവ അരുളി ചെയ്തത്,
ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വയ്ക്കുമോ? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തൻ്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. Okay, thank you. Now, in Malayalam it says Abraham declared, but in the English it talks about God saying in his own mind, because he's not talking to Abraham, because he doesn't say, I'm going to do it to you. He says, am I not chosen Abraham? He's talking in third person. So it is in the mind of God. മലയാളത്തിൽ യഹോവ കൽപ്പിച്ചു എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. പക്ഷെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞതല്ല, ദൈവം ഈ വക കാര്യങ്ങൾ തൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. Okay, so what did God say here? ഇവിടെ ദൈവം എന്താണ് പറയുന്നത്? 5 things I want to point out to you just from verse 19. ഈ 19-ാം വാക്യത്തിൽ മാത്രം 5 കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. In Malayalam the end is right at the beginning, so I will give it to you in another order, not the way it's in Malayalam. മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്ന ക്രമത്തിലല്ല ഞാൻ പറയാൻ പോകുന്നത്, ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ക്രമത്തിൽ പറയാൻ പോവാണ്. So in Malayalam it is almost from the end it's going to go up. മലയാളം ബൈബിളിനകത്ത് ഇത് തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്, അവസാനിപ്പിച്ച വാക്യം ആട്ട് തുടങ്ങുന്നത്. Okay, so first thing God says is, I've chosen him. ആദ്യം ദൈവം പറഞ്ഞ ഞാൻ ഇവനെ തെരഞ്ഞെടുത്തു. So God has a plan in choosing Abraham. ദൈവത്തിന് അബ്രഹാമിനെ തെരഞ്ഞെടുക്കുന്നതിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. But why did he choose him? എന്തുകൊണ്ട് ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തു? So the second thing is that he might command his children and household after him. രണ്ടാമത്തെ കാര്യം എന്തിനാണ് തെരഞ്ഞെടുത്തത്? അബ്രഹാം തൻ്റെ മക്കളോടും തൻ്റെ കുടുംബത്തോടും ചില കാര്യങ്ങൾ കൽപ്പിക്കും. So there was in God's mind, the choosing of Abraham had to deal with Abraham commanding his family to walk in a particular way. ദൈവത്തിൻ്റെ മനസ്സിനകത്ത് ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തതിന് കാരണം ദൈവം അബ്രഹാം തൻ്റെ കുടുംബത്തോട് ഒരു പ്രത്യേക രീതിയിൽ നടക്കണമെന്ന് കൽപ്പിക്കണം എന്നാണ് ദൈവത്തിൻ്റെ മനസ്സിൽ. The third thing, what was Abraham supposed to tell his family? അബ്രഹാം തൻ്റെ കുടുംബത്തോട് എന്താണ് കൽപ്പിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്? മൂന്നാമത്തെ കാര്യം, to keep the way of the Lord. ദൈവത്തിൻ്റെ വഴികള് അത് പ്രമാണിക്കണമെന്ന്. Okay, so God chose Abraham ആദ്യം ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തു, that he may command his children and family to walk in a particular way. ഒരു പ്രത്യേക രീതിയിൽ നടക്കാനായിട്ട് അബ്രഹാം തൻ്റെ കുടുംബത്തോടും മക്കളോടും കൽപ്പിക്കണം. What is he supposed to command? എന്താണ് കൽപ്പിക്കേണ്ടത്? To walk in the way of the Lord. ദൈവത്തിന്റെ വഴിയിൽ നടക്കണമെന്ന് കൽപ്പിക്കണം. Number 4. നാലാമത്തേത്, how can he walk in the way of the Lord? ദൈവത്തിന്റെ വഴിയിൽ എങ്ങനെ നടക്കാൻ സാധിക്കും? By doing justice and righteousness. ന്യായവും നീതിയും പ്രമാണിക്കുന്നതും കൊണ്ട് നടക്കാൻ സാധിക്കും. And what is going to happen? Number 5. അതും കൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? അതാണ് 5. What God has promised to Abraham will happen to them. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്തത് അത് അബ്രഹാമിന്റെ കുടുംബവും സന്തതിക്കും അവര് അനുഭവിക്കും. In Genesis chapter 12, God actually called Abraham and gave promise. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ദൈവം അബ്രഹാമിനെ വിളിച്ച് വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നു. He told him, I was going to make him a great nation. ദൈവം അവിടെ പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു രാജ്യമാക്കും. I will bless you. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. I will make your name great. ഞാൻ നിന്റെ പേര് വലുതാക്കും. And everyone who blesses you, I will bless. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാനും അവരെ അനുഗ്രഹിക്കും. Those who curse you, I will curse. നിന്നെ ആരൊക്കെ ശപിക്കുന്നു അവരെ ഞാനും ശപിക്കും. And through you,
all the world will be blessed. നിന്നിൽ കൂടി ഈ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടും. So this is the promise God gave Abraham. ഇതാണ് ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം. But in 18, we see how this is going to happen. പക്ഷെങ്കിൽ 18-ാം അധ്യായത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ കൊടുത്ത വാഗ്ദത്തം എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നാണ്. So what did God say? എന്താണ് ഇവിടെ ദൈവം പറഞ്ഞത്? I've chosen Abraham ഞാൻ എബ്രഹാമിനെ വിളിച്ചു, that he may തെരഞ്ഞെടുത്തു, train his children and family and the rest of the Israelites to walk in a particular way. അങ്ങനെ ആ തെരഞ്ഞെടുത്ത് എന്തിനാണ്? അവൻ്റെ കുഞ്ഞുങ്ങളെയും തലമുറകളെയും കുടുംബത്തെയും ഇസ്രായേൽ മുഴുവനെയും ചില രീതിയിൽ ജീവിക്കാൻ അവരെ അഭ്യസിപ്പിക്കും, പറഞ്ഞു കൊടുക്കും. What way? ആ രീതി എന്തുവായിരുന്നു? വഴി. The way of the Lord. ദൈവത്തിന്റെ വഴി. So the way of the Lord. ദൈവത്തിന്റെ വഴി. Now what is the way of the Lord? ദൈവത്തിന്റെ വഴി എന്താണ്? To walk in righteousness and justice. ന്യായത്തിലും നീതിയിലും നടക്കുക, അതാണ് ദൈവത്തിന്റെ വഴി. What is the result? അതുകൊണ്ടുള്ള പരിണിത ഫലം എന്താണ്? What God promised will happen in their life. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തത് ഇവരുടെ ജീവിതത്തിൽ നടക്കും. Justice and righteousness is how we behave with people. ഈ ന്യായവും നീതിയും അത് നമ്മൾ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അതിലാണ് അത് കാണുന്നത്. Usually it is people who are in power who actually dispense justice, because the court or the rulers and kings and all of that. സാധാരണ നമ്മൾ കാണുന്നത് അധികാരത്തിലിരിക്കുന്നവരാണ് നീതി കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ കോടതിയിലെ സിംഹാസനത്തിലിരിക്കുന്നവർ, അധികാരത്തിലിരിക്കുന്ന രാജാക്കന്മാർ, അവരെ നീതി നടത്തി കൊടുക്കുന്നത്. But in a way, you and I can also be involved in dispensing justice. പക്ഷെങ്കിൽ നമ്മളും നീതി നടപ്പാക്കാനായിട്ട് നമ്മളെ കൊണ്ടും സാധിക്കും. Because Abraham's children were not lawyers or judges or governors, they had to, but they were also taught to walk in justice and righteousness. എന്നുവെച്ചാൽ അബ്രഹാമിന്റെ മക്കൾ എല്ലാവരും ഈ കോടതിയിലുള്ളവരും അധികാര സ്ഥാനത്തിരിക്കുന്നവരും അല്ലായിരുന്നു. പക്ഷേ അവരെല്ലാവരും ഈ നീതി പുലർത്തി നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. How? എങ്ങനെ? By making sure that people who do not have receive from what you have. അത് നീതി പുലർത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇല്ലാത്തവര് അവർക്ക് നിങ്ങളിൽ കൂടി ലഭിക്കുന്ന ഒരു തലത്തിലോട്ട് അങ്ങനെയുള്ള ഒരു പ്രവർത്തനം നമ്മൾ പ്രവർത്തിക്കുക. To be a blessing to people who don't have. ഇല്ലാത്തവരുടെ ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹമായി തീരുക. So that everyone may be blessed and walk in the way and plan of God. അങ്ങനെ അതുമൂലം എല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയും എല്ലാവരും ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് നടക്കുകയും ചെയ്യും. So that people who are poor, the fatherless, the orphan, the widow and the foreigner, they may also be taken care of. അങ്ങനെ പാവപ്പെട്ടവര്, ഇല്ലാത്തവര്, അനാഥര്, വിധവകള്, അന്യ സ്ഥലത്തു നിന്ന് വന്ന് വിദേശികളായിട്ട് പരദേശികളായിട്ട് പാർക്കുന്നവര്, അവരെല്ലാവരും സംരക്ഷിക്കപ്പെടും. Why did I say these 4 things? ഈ 4 കാര്യം എടുത്ത് ഞാൻ എന്താണ് പറഞ്ഞത്? This is repeated in the Old Testament many times. ഈ 4 കൂട്ടം ആൾക്കാരെ കുറിച്ച് ഇപ്പൊ എടുത്തു പറഞ്ഞത്, അവരെ കുറിച്ച് പഴയ നിയമത്തിൽ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. So it is not an accident. God's intention it is that. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം ജസ്റ്റ് യാദൃശ്യമായിട്ട് ഇവിടെ ഒന്ന് എഴുതിയത് അല്ല, ഇത് ദൈവം പദ്ധതിയിട്ട് പറയുന്നതാണ്. So when it says God is a God of justice and righteousness, ദൈവം ന്യായത്തിന്റെയും നീതിയുടെയും ദൈവമാണെന്ന് പറയുമ്പോൾ, we are not sovereign almighty God. നമ്മൾ സർവാധിപതിയായ ദൈവമൊന്നുമല്ല. And God wants us to reflect him by being a blessing to other people. ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുന്നതിൽ കൂടി നമ്മൾ ദൈവത്തെ നമ്മളിൽ കൂടി പ്രതിബിംബിക്കുകയാണ്. This is seen in the early church also. ഇത് ആദിമസഭയിലും കണ്ടുവന്ന കാര്യമാണ്. And I'll take you through the Old Testament to show you it was God's will for the Old Testament people.
ഞാൻ ഈ പഴയ നിയമത്തിൽ കൂടി നിങ്ങളെ കൊണ്ടുപോകുന്നതിന് കാരണം നിങ്ങൾ മനസ്സിലാക്കണം, പഴയ നിയമത്തിൽ ഇത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. Okay. In the Old Testament, God gave them laws. പഴയ നിയമത്തിൽ ദൈവം അവർക്ക് കൽപ്പനകൾ കൊടുത്തു. All of us know, many of you know the 10 commandments, right? നമ്മൾക്ക് എല്ലാവർക്കും 10 കൽപ്പന അറിയാമല്ലേ? All of us have done the introductory course in Bible where we studied the Bible. ആ ബൈബിൾ മോഡ്യൂൾ ആദ്യത്തെ കോഴ്സൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് ബൈബിൾ പഠിച്ചവരല്ലേ? And those who are from a Catholic or a Marthoma or Syrian Christian background, all of us know the 10 commandments. ഓ കത്തോലിക്ക പശ്ചാത്തലത്തിലും മർത്തോമ യാക്കോബ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർക്ക് എല്ലാവർക്കും 10 കൽപ്പന അറിയാം. The first four commandments are between me and God. ആദ്യത്തെ 4 കൽപ്പന, അതിനകത്ത് ആ 10 കൽപ്പനയിൽ ആദ്യത്തെ 4 കൽപ്പന നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള കൽപ്പനകളാണ്. The other 6 are between me and other people. ആ ബാക്കി 6 കൽപ്പന ഞാനും മറ്റുള്ളവരും തമ്മിലുള്ള കൽപ്പനകളാണ്. So God is concerned about your relationship with other people. നമ്മൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ദൈവം വളരെ ഗൗരവത്തോടെ എടുക്കുന്നുണ്ട്. So me and God, we have a wonderful relationship. I am very spiritual. ഓ ഞാനും ദൈവവും നല്ല ബന്ധമാണ്, ഞാനൊരു ഭയങ്കര നല്ല ആത്മീയ ഒരു വ്യക്തിയാണ്. What about you and other people? പക്ഷെങ്കിൽ നീയും മറ്റുള്ളവരും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട്? If that is not right, അത് ശരിയല്ല എങ്കിൽ then you are not spiritual. അതിനർത്ഥം നീ ആത്മീയ അല്ല എന്നാണ്. Listen carefully, I'll repeat that again. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണേ, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. Your spirituality determined not only by whether you have a life with God, നിങ്ങളുടെ ആത്മീയത കാണിക്കുന്നത് നിങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധം നേരെയാണോ എന്നും മാത്രമല്ല, but whether your relationship with others are also right. മറിച്ച് നിങ്ങളും തമ്മിലുള്ള മറ്റുള്ളവർ അന്യോന്യം തമ്മിലുള്ള ബന്ധവും ശരിയാണോ എന്ന ഉള്ള അടിസ്ഥാനത്തിലിരിക്കും. I'll put it in another way. വേറെ രീതിയിൽ പറഞ്ഞാൽ, If your life with God is right, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ജീവിതം ശരി നേരെയാണെങ്കിൽ, then your relationship with other people will also be right. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധവും നേരെയായിരിക്കും. Because when you go before God, എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ കടന്നു ചെല്ലുമ്പോൾ God will remind you. ദൈവം നമ്മളെ അന്നേരം ഓർമ്മിപ്പിക്കും. You had to fight with Peter. Have you forgiven him? നീ പീറ്ററിനോട് അന്ന് വഴക്കുണ്ടാക്കിയില്ലേ, നീ ക്ഷമിച്ചോ? Have you loved him? നീ അവനെ സ്നേഹിച്ചോ? Are you going out of the way to care for him? നിന്റെ അതിര് കടന്ന് അവനെ സ്നേഹിക്കാൻ നീ കടന്നു ചെല്ലാൻ നീ ചെല്ലുന്നുണ്ടോ? God will show you. God will ask you, definitely. ദൈവം നമ്മളെ കാണിച്ചു തരും. ദൈവം നമ്മളോട് Because if you തീർച്ചയായിട്ടും are praying ചോദിക്കും. to the living God, He will tell you that. നിങ്ങൾ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവം നിങ്ങളോട് സംസാരിക്കും. I assure you. ഞാൻ നിങ്ങളെ ഉറപ്പിച്ചു പറയുവാണ്. If you are simply praying into your cupboard, oh Lord, thank you, amen, and then going away, then no one will talk to you. Don't worry. നിങ്ങൾ ചുമ്മാ ദൈവത്തോടല്ല, അല്ലാതെ നിങ്ങൾ ചുമ്മാ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉരുവിട്ട് പോവുക ആമീനൊക്കെ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ദൈവം നിങ്ങളോട് സംസാരിക്കത്തില്ല. But if you are coming before God, God will definitely talk to you about your relationship with other people. നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെ വരുവാണെങ്കിൽ, വാസ്തവമായിട്ടും വരുവാണെങ്കിൽ, തീർച്ചയായിട്ടും ദൈവം നിങ്ങളും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ദൈവം നിങ്ങളോട് സംസാരിക്കുക തന്നെ ചെയ്യും. Justice will have to be made in that place. ആ സ്ഥലത്ത് അവിടെ ഇരുന്ന് ന്യായം പുലർത്തേണ്ടതായിട്ടുണ്ട്. Righteousness will have to be, right relationship. That's what righteousness is. Will have to be maintained. നീതി എന്ന് വെച്ചാൽ നീതിയുള്ള ബന്ധങ്ങൾ, ശരിയായ ബന്ധങ്ങൾ അത് അവിടെ ഇരുന്ന് ഉളവായി വന്നേ മതിയാവും. Okay, let me just show you one or two things just to tell you that God wanted the people of Israel to really be concerned about others. ദൈവം ഇസ്രായേൽ ജനത്തോട് ദൈവം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ്, മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകണം, അവരെ കരുതണം എന്ന്. Can we just look at Leviticus chapter 19 verse 9 and 10? ലേവ്യ പുസ്തകം 19 അധ്യായം 9-10 വാക്യങ്ങൾ. ലേവ്യ 19:9-10. This is talking about harvest, and now
even when people harvested, they had to be concerned about other people. ഇവിടെ കൊയ്ത്ത് സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ പറഞ്ഞേക്കുന്നത് കൊയ്ത്ത് സമയത്തും നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ബോധവാന്മാരാകണം, Please read and കരുതുന്നവരാകണം എന്ന്. നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിൻ്റെ അരികു തീർത്ത് കൊയ്യരുത്. നിന്റെ കൊയ്ത്തിന്റെ കാല പെറുക്കുകയും അരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാല പറിക്കരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴം പെറുക്കുകയും അരുത്. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. Thank you. So here God is very clearly giving them a simple instruction. ഇവിടെ വളരെ ലളിതമായ ഒരു ഉപദേശം, ഒരു നിർദ്ദേശം ദൈവം അവർക്ക് കൊടുക്കുവാണ്. When you are harvesting, don't harvest everything. നിങ്ങൾ കൊയ്യുന്ന സമയത്ത്, നിലം കൊയ്യുന്ന സമയത്ത്, കൊയ്ത്തെടുക്കുന്ന സമയത്ത്, വിളവെടുക്കുന്ന സമയത്ത് മുഴുവനും അങ്ങ് തൂത്തു വടിച്ച് കൊയ്യരുത്. What is at the edge? Wait a minute. Okay, leave it. That is for the poor. That is for the widow. That is for the foreigner. ആ വരമ്പിനടുത്തുള്ള നെല്ല് കൃഷികൾ നിങ്ങൾ അങ്ങ് വിട്ടേക്കണം. അത് കൊയ്തെടുക്കരുത്. അത് ദരിദ്രർക്കും അനാഥർക്കും വിധവകൾക്കും പരദേശികൾക്കും വേണ്ടിയുള്ളതാണ്. Do you remember a story in the Bible that happened because of this commandment? നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ ഈ കൽപ്പനയും കൊണ്ട് ഒരു സംഭവം നടന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? Which story? എന്തുവായിരുന്നു? എന്ത് കഥയാണ്, എന്ത് സംഭവമായിരുന്നു ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്? Ruthinte, correct. റൂത്തിന്റെ സംഭവം. You see, if the people of Israel were not following this law, ഇസ്രായേലിന്റെ ജനം ഈ കൽപ്പന അനുസരിക്കുന്നില്ലായിരുന്നു എങ്കിൽ, then Ruth wouldn't have gone to Boaz's field. അങ്ങനെ ഈ കൽപ്പന അനുസരിക്കുന്നില്ലായിരുന്നെങ്കിൽ റൂത്ത് ബോവാസിന്റെ ആ നിലത്ത് പോകത്തില്ലായിരുന്നു. See, why did Naomi tell her it is harvest time, go and pick what the harvest people leave? എന്തിനുകൊണ്ടാണ് നവോമി റൂത്തിനോട് പറഞ്ഞത് കൊയ്ത്ത് സമയമാണ്, ആൾക്കാർ കൊയ്വാണ്, നീ വയലിലോട്ട് കടന്നു ചെല്ല, അവിടെ നിനക്ക് ലഭിക്കുമെന്ന് എന്തുകൊണ്ട് നവോമി പറഞ്ഞു? Because as a command of the Lord, this commandment the people of Israel followed properly. അതിന് കാരണം ഇതാണ്, ഈ ദൈവത്തിന്റെ കൽപ്പനയെ ഇസ്രായേൽ ജനം കൃത്യമായിട്ടും അനുസരിച്ചു വന്നിരുന്നു. You see, this is a concern of God for those who don't have, and that concern given to the people of Israel that they may also have that concern of God. ഇത് ഇല്ലാത്തവര്, ദരിദ്രർക്ക് വേണ്ടി ദൈവത്തിന്റെ ഉള്ളിലുള്ള ഭാരമായിരുന്നു. ഈ ഭാരം ദൈവം ഇസ്രായേൽ ജനം തന്റെ ജനത്തിനും ഇട്ടുകൊടുത്തു. ഇത് അവരുടെയും ഭാരമായി മാറട്ടെ എന്ന് പറഞ്ഞു. You see, and therefore, if today we will shake the tree sometimes to get some fruit fall down. ചില സമയത്ത് നമ്മൾ മരം കുലുക്കുമെന്ന്, അതിനകത്ത് പഴങ്ങൾ താഴെ വീഴാനായിട്ട്. But a Jewish man would not do that. പക്ഷേ ഒരു യഹൂദൻ അങ്ങനെ മരം കുലുക്കി എല്ലാം താഴെയിട്ട് അങ്ങനെ പറിക്കത്തില്ല. Why? എന്തുകൊണ്ടെന്നറിയാമോ? Because it falls on the ground, it's not his, it's for the poor and the needy. എന്താണെന്ന് വെച്ചാൽ നിലത്ത് വീണാൽ അത് അവൻ്റെതല്ല, അത് പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും കൊടുക്കേണ്ടതാ. They followed it for pakka. അവര് കൃത്യമായിട്ടും ഈ കൽപ്പനകൾ അനുസരിച്ചു. You see, I'm just showing you one. There are many other examples like this. ഇത് ഒരു ഉദാഹരണം മാത്രം ഞാൻ കാണിച്ചത്. ഇങ്ങനെ എത്ര അധികം ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. If you had a loan that you took loan from someone. നിങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് വായ്പ വാങ്ങിച്ചു എന്നിരിക്കട്ടെ. If you are a Jew and you took loan from someone. നിങ്ങൾ ഒരു യഹൂദനാണ്, എന്നിട്ട് വേറൊരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ വായ്പ വാങ്ങിക്കുകയും ചെയ്തു. After 7 years, 7 വർഷം കഴിയുമ്പോൾ the loan is forgotten. ആ വായ്പ പിന്നെ അസാധുവാകും. That's God's commandment. അതാണ് ദൈവത്തിന്റെ കൽപ്പന. Why? എന്തുകൊണ്ട്? Because God cared for the poor. എന്തെന്ന് വെച്ചാൽ ദൈവം ദരിദ്രരെ കരുതുന്ന ദൈവമാണ്. Another commandment. വേറൊരു കൽപ്പന. Suppose you sold your land to someone. നിങ്ങൾ നിങ്ങളുടെ നിലം വേറൊരു വ്യക്തിക്ക് വിറ്റു എന്നിരിക്കട്ടെ. Because you are very poor. എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഒത്തിരി ദരിദ്രയില്ല, അതുകൊണ്ട് അങ്ങ് വിറ്റു. After 49 years, 49 വർഷത്തിന് ശേഷം there is a year called the year of Jubilee. അത് ജൂബിലി
ജൂബിലി വർഷം എന്ന് ദൈവവചനത്തിൽ പറയുന്നു. പ്രസാദക വർഷം. ദൈവത്തിന്റെ പ്രസാദ വർഷം എന്ന് പറയുന്ന ഒരു വർഷമാണ് 50-ാമത്തെ വർഷം. In that year, ആ വർഷം even what you sold would come back to you. നിങ്ങൾ നിങ്ങൾക്ക് ദാരിദ്ര്യം കാരണം വിറ്റത് അതും നിങ്ങൾക്ക് മടക്കി തരുന്ന വർഷമാണ്. Why? എന്തുകൊണ്ട്? Because the land belongs to God. എന്തെന്ന് വെച്ചാൽ നിലം ദൈവത്തിൻ്റെതാണ്, മനുഷ്യന്റെ അല്ല. And it has to go back to the man who sold it. അതുകൊണ്ട് ഇത് ആരാണ് നിനക്ക് വിറ്റത് അവർക്ക് തിരിച്ചു മടക്കി കൊടുക്കണം എന്നാണ് ദൈവം Why am I പറയുന്നത്. saying all this? ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? I want you to see that in the Old Testament very clearly, God wanted his people to care for the poor and the needy and the foreigner and the orphan and the widow and the fatherless. എന്താണെന്ന് വെച്ചാൽ പഴയ നിയമം എമ്പാടും ദൈവം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയമാണ്. ദൈവം ദരിദ്രര്, പാവപ്പെട്ടവര്, അനാഥര്, വിധവമാര്, പരദേശികളെ ദൈവം കരുതുന്ന ദൈവമാണ് എന്ന് കാണിച്ചു തരുവാണ്. Now I want to show you some verses in scripture that shows you that when people did not do this, God was angry. ഞാൻ ദൈവവചനത്തിൽ നിന്ന് ഇതും കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഈ കൽപ്പന ജനം അനുസരിക്കാത്തപ്പം ദൈവം കോപിഷ്ഠനായി എന്നും. Psalm 82, 1-4. സങ്കീർത്തനം 82 1-4 വരെ. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും. സേല. എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പിൻ, പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുപ്പിൻ. എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പിൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പിൻ. I will read quite a few verses and then we will comment about it. കുറച്ചുകൂടെ വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് വിവരിച്ച് പറയാം. Isaiah 1 verse 17. യെശയ്യാവ് 1:17. യെശയ്യാവ് 1:17. നന്മ ചെയ്യുവാൻ Oh, sorry, Anita, can you just hold? I want you to read from verse 14 to 17. 14-ാം വാക്യം തൊട്ട് 17-ാം വാക്യം വരെ വായിക്കണേ അനിത. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ചു മുഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൻ മുൻപിൽ നിന്ന് നീക്കിക്കളവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിപ്പിൻ. ന്യായം അന്വേഷിപ്പിൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴി കാക്കുവിൻ. അനാഥന് ന്യായം നടത്തി കൊടുപ്പിൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പിൻ. Thank you. We know the next verse. The next verse we all repeat very much. അതിന്റെ പക്ഷെങ്കിൽ അടുത്ത വാക്യം നമ്മൾ എല്ലാവരും കാണപ്പാടും Let's read that. Just read that. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. We all know this verse, right? ഈ വാക്യം നമുക്ക് അവസാനം വായിച്ച വാക്യം എല്ലാവർക്കും അറിയാം അല്ലേ? Right? അല്ലേ? But when is God going to cleanse you? പക്ഷെങ്കിൽ ദൈവം എപ്പോഴാണ് നമ്മളെ കഴുകാൻ പോകുന്നത്? When you work justice for people. നിങ്ങൾ ആൾക്കാർക്ക് വേണ്ടി നീതി പ്രവർത്തിക്കുമ്പോൾ മാത്രം. This is not easy words. ഇത് എളുപ്പമുള്ള വാക്യങ്ങളൊന്നുമല്ല. We like to call, oh, my sins are washed as clean, white as snow. Hallelujah. But are you working out justice and righteousness? നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വാക്യങ്ങളൊക്കെ പാടാനായിട്ട്. എൻ്റെ പാപം രക്താംബരം പോലെ കടുംചുവപ്പായ ഹിമം പോലെ വെളുപ്പിക്കും. പക്ഷെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നീതി പ്രവർത്തിക്കുന്നവരാണോ? Can you just turn to
Amos 5, 21 to 24. ആമോസ് പുസ്തകം 5, അഞ്ചാമത്തെ അധ്യായം 21 to 24. 21 തൊട്ട് 24 വരെ. നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കയില്ല. തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാന യാഗങ്ങളെ ഞാൻ കടാക്ഷിക്കയില്ല. നിന്റെ പാട്ടുകളുടെ സ്വരം എൻ്റെ മുൻപിൽ നിന്ന് നീക്കുക. നിന്റെ വീണാനാദം ഞാൻ കേൾക്കയില്ല. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോടുപോലെയും കവിഞ്ഞൊഴുകട്ടെ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് 40 സംവത്സരം. That's enough. Okay, can I also look at Amos 5:21? You've read that. Okay. Micah 6:8. മിക്കായുടെ പുസ്തകം 6:8. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? Now I could give you another 30-50 verses in the same way. ഇങ്ങനെയുള്ള ഒരു 30-50 വാക്യങ്ങൾ വേണമെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. But we don't like these verses. ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത വാക്യങ്ങളാണ്. But this is the will of the Lord. പക്ഷെങ്കിൽ ഇത് ദൈവത്തിന്റെ ഹിതമാണ്. This is the way of the Lord. ഇതാണ് ദൈവത്തിന്റെ വഴിയും. And God said, train up your children and your family after you to walk in justice and righteousness. ദൈവമാണ് പറഞ്ഞത്, നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും ന്യായവും നീതിയും പുലർത്തി നടക്കാനായിട്ട് അവരെ അഭ്യസിപ്പിക്കുക. In Luke chapter 4, Jesus said, this is why he came to the world. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തു പറയാ, ഇതിനു വേണ്ടിയാണ് യേശു ലോകത്തിൽ വന്നത് എന്ന്. You see, recently I've been watching a Christian program called Chosen. ഈ ദിവസങ്ങളിൽ ക്രിസ്തീയ ഒരു പ്രോഗ്രാം തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഞാൻ വാച്ച് It ചെയ്യുന്നുണ്ട്. is the life of Jesus done in a very modern way. അത് യേശുവിൻ്റെ ജീവിതം ഒരു ഇപ്പോഴുള്ള ആ പശ്ചാത്തലത്തിൽ, ഈ വന്ന കാലത്തെ പശ്ചാത്തലത്തിൽ കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. And in that, Jesus goes to the leper. അതിനകത്ത് യേശു ആ കുഷ്ഠരോഗിയുടെ അടുത്തോട്ട് കടന്നു ചെല്ലുന്നു കാണിക്കുന്നുണ്ട്. And then the lepers are all, hey, what's happening? They're all very upset that Jesus is even going near the leper. അവിടെ കാണിക്കുന്ന യേശു ക്രിസ്തു ആ കുഷ്ഠരോഗികളുടെ അടുത്തോട്ട് കടന്നു ചെല്ലുന്നത്. പക്ഷേ ഈ കുഷ്ഠരോഗികൾ, അയ്യോ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്, അയ്യോ പാടില്ലാത്ത കാര്യമല്ല എന്ന് പറഞ്ഞ് അവർ യേശുവിൽ നിന്നും പുറമോട്ട് മാറിപ്പോകുന്നു. The disciples get upset that Jesus is going near. ഓക്കെ, യേശു കുഷ്ഠരോഗിയുടെ അടുത്തോട്ട് പോകുന്നത് കണ്ട് ശിഷ്യന്മാര് അങ്ങ് ഭയങ്കരമായിട്ട് അപ്സെറ്റായ, ദേഷ്യപ്പെട്ട്, എന്താണ് യേശു ഈ കാണിക്കുന്നത്? And why is the leper coming? അയ്യോ, ഈ കുഷ്ഠരോഗി എന്തിനാ നമ്മുടെ അടുത്തോട്ട് വരുന്നത്? Moving away. അവർ ഈ ശിഷ്യന്മാര് യേശുവിന്റെ അടുത്തുനിന്ന് കുഷ്ഠരോഗി അടുത്തുനിന്ന് അങ്ങ് മാറി And they're watching Jesus and they're amazed what Jesus is going to do. എന്നിട്ട് ഈ ശിഷ്യന്മാര് യേശുവിനെ ഇങ്ങനെ നോക്കുവാണ്, യേശു എന്താ ചെയ്യാൻ പോവാണ്. And then Jesus goes and touches him. യേശു എന്തോ ചെയ്യുന്നത്, പോയി ആ കുഷ്ഠരോഗിയെ ഒന്ന് തൊടുന്നു. And you should see the expression of their face. It's almost like the world will come to an end. അപ്പോഴത്തേക്ക് ഈ ശിഷ്യന്മാരുടെ മുഖഭാഗം ഒന്ന് കാണണം. ലോകം അവസാനിക്കുന്ന പോലെയാണ് അവരുടെ മുഖത്തെ ഭാവം. Why? എന്തും കൊണ്ട്? Because most of us are not used to go and touch a leper. എന്ന് വെച്ചാൽ ഒരു കുഷ്ഠരോഗിയെ പോയി കൈ കൊണ്ട് തൊടുന്നത് നമുക്കത് സാധാരണമല്ല, നമ്മളത് സാധിക്കാത്ത ഒരു കാര്യമാണ്. How many of you have touched lepers? എത്ര പേര് കുഷ്ഠരോഗികളെ തൊട്ടിട്ടുണ്ട്? No one? Only me? ആരുമില്ലേ, ഞാൻ മാത്രമോ? Okay. I worked among lepers. ഞാൻ കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ചവനായിരുന്നു.
So, why would people not touch a leper? എന്തും കൊണ്ട് ആൾക്കാർ ഒരു കുഷ്ഠരോഗിയെ തൊടാത്തത്? It is foreign to our mind. ഈ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളുടെ മനസ്സിൽ പോലും വരാത്തതാണ്. This lack of willing to touch someone expresses itself in many ways. ഒരു വ്യക്തിയെ തൊടാനായിട്ട് നമ്മളുടെ മനസ്സ് അനുവദിക്കുന്നില്ല എങ്കിൽ പല കാര്യം അവിടെ വിളിച്ചു പറയുവാണത്. It's not easy. I'm not saying it's easy. അത് എളുപ്പമുള്ള കാര്യമല്ല, എനിക്കറിയാം അത്. But God is wanting us to be a counterculture in the world. പക്ഷെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ചട്ടക്കൂട്ട് വിട്ട് വെളിയിലിറങ്ങി പ്രവർത്തിക്കണം. ആ ഒരു അതിര് വിട്ട് മതിൽ കെട്ടി ഇരിക്കാനല്ല, അത് പൊട്ടിച്ച് വെളിയിലിറങ്ങി പ്രവർത്തിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. As I prepared this message, let me admit, I felt so convicted about deficiencies in my own life. ഞാൻ ഈ സന്ദേശം പ്രിപ്പയർ ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ എന്നെ ദൈവം ഒത്തിരി കാര്യം എൻ്റെ ജീവിതത്തിലോട്ട് ചൂണ്ടിക്കാണിച്ചു. There's so much to be changed in my life. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം രൂപാന്തരം വരാനായിട്ടുണ്ട്. Yesterday I sat with my wife Deepa and we were talking about it. There's so much that needs to change in my life. ഇന്നലെ ഞാൻ വൈകുന്നേരം എൻ്റെ ഭാര്യ ദീപയുടെ അടുത്തിരുന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമായിരുന്നു, എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം വ്യത്യാസങ്ങൾ ഇനിയും വരണം എന്ന്. None of us may be perfect. നമ്മൾ ആരും തികവുള്ളവരല്ല. But God is calling all of us to make a difference where we are. പക്ഷെങ്കിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും എല്ലാവരെയും വിളിക്കുവാണ് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ഒരു വ്യത്യാസം കൊണ്ടുവരാനായിട്ട്. Justice calls us out to become disadvantaged so that we will lift up the disadvantaged to a position of advantage. നീതി നമ്മളെ വിളിക്കുന്നത് നമ്മൾ ആ ചൂഷണം ചെയ്യപ്പെട്ടവരായിട്ട് അല്ലെങ്കിൽ ഇല്ലാത്തവരായിട്ട് ആനുകൂല്യം നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടവരായിട്ട് അങ്ങനെയുള്ള സ്ഥലത്തോട്ട് നമ്മൾ ഇറങ്ങിപ്പോയി അങ്ങനെയുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ്. What am I trying to tell you? ഞാൻ എന്താണ് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്? Am I trying to tell you something about social gospel? ആ സാമൂഹ്യ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞു തരാനാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? No. അല്ല. I'm asking you to become like Jesus. യേശുവിനെ പോലെ ആകാനായിട്ടാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. I'm asking you to follow Jesus. യേശുവിനെ അനുഗമിക്കാനാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. He who was rich became poor that he may lift us who are poor to a position of having much. സമ്പന്നനായവൻ ദരിദ്രനായി മാറി. കാരണം എന്തുവാ? ദരിദ്രരായ നമ്മളെ അവൻ്റെ സമ്പന്നതയിൽ അലോട്ട് നമ്മളെ ഉയർത്താനായിട്ട്. Pastor Vinod talked about sending, and one of the things he repeated from the John is, as the Father sent me, so send I you. പാസ്റ്റർ വിനോദ് വചനം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ ഐക്യ എന്ന് അവിടെ പിന്നെ ആവർത്തിച്ച് പറഞ്ഞത് എന്തുവാ? പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. As followers of Jesus Christ, we are also to be involved in a lifestyle and in a pattern where we are willing to give up so that others may receive just like he did for me. യേശുക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തതുപോലെ യേശുവിൻ്റെ ശിഷ്യനായ നമ്മളോടും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഉള്ള അവസ്ഥയിൽ നിന്ന് അത് വിട്ടിട്ട് താഴോട്ട് ഇറങ്ങി ഇല്ലാത്ത അവരുടെ അടുത്തോട്ട് ചെന്ന് അവരെയും കൂടെ പൊക്കി എടുത്ത് കൊണ്ടുവരണം എന്നാ ദൈവം ആഗ്രഹിക്കുന്നത്. Very often we think this is not what I'm called to do. I'm only called to evangelize. നമ്മൾ ഭൂരിപക്ഷം സമയം ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നോട് ദൈവം ആഗ്രഹിക്കുന്നത് സുവിശേഷം അറിയിച്ചാൽ മതി. Let me tell you, this is also part of evangelism. ഞാൻ പറയട്ടെ, ഇതും സുവിശേഷം അറിയിക്കുന്നതിന്റെ ഭാഗമാണ്. Because this was what Jesus did. ഇതാണ് യേശുവും ചെയ്തത്. Everything he did was to seek and to save that which was lost. യേശു ചെയ്തതെല്ലാം നഷ്ടപ്പെട്ടവനെ തേടി അന്വേഷിച്ച് കണ്ടെത്താനായിരുന്നു. The next week, on Good Friday, I'll be sharing one more message continuing from this.
ഈ സന്ദേശത്തോട് ചേർന്ന് മുമ്പോട്ടായിരിക്കും ഞാൻ ദുഃഖവെള്ളിയാഴ്ചയും പങ്കുവെക്കുന്നത്. But within 2 minutes I will stop. ഇപ്പോൾ 2 നിമിഷം കൂടെ എടുത്തിട്ട് ഞാൻ നിർത്താം. We need to ask ourselves in response. ഇതിൻ്റെ ഈ കേട്ടതിൻ്റെ പ്രതികരണമായിട്ട് നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കണം. What can I do for people in my family or in my life group or in my church? What can I do to help them be what God wants them to be? How can I physically help them? എൻ്റെ ലൈഫ് ഗ്രൂപ്പിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സഭയിൽ ഞാൻ എങ്ങനെ പ്രാവർത്തിക തലത്തിൽ മറ്റുള്ളവരെ എങ്ങനെ ചെന്ന് സഹായിക്കണം, ആ സഹായം കൊണ്ട് അവരെ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലോട്ടും ഉയർത്തിക്കൊണ്ട് വരാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. We need to ask ourselves, how can we in Kollam, how can we help people who are created in the image of God to become what God wants them to be? ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ദൈവം സൃഷ്ടിച്ച ജനം അവര് ദൈവത്തിലോട്ട് തിരിഞ്ഞു വരാൻ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം തിരിഞ്ഞു വരാനായിട്ട് കൊല്ലം പ്രദേശത്ത് നമ്മളെ കൊണ്ട് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? What is our part in our nation of India? We're all Indians here, and we need to be light and salt in our nation. ഈ ഭാരതത്തിൽ നമ്മൾ ഉപ്പും വെളിച്ചമായിരിക്കാനായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ ഭാരതത്തിൽ നമുക്ക് എന്താണ് പങ്കുള്ളത്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. I just stop with a story. ഒരു കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. There was a young lady around 100 years back who felt upset that she could not take care of a pregnant woman because her father, who was a doctor, could not attend a pregnant woman, and then the woman died in childbirth. ഒരു സ്ത്രീ 100 വർഷം മുമ്പേ അവൾ വേറെ ഒരു ഗർഭിണിയായ സ്ത്രീയെ ശുശ്രൂഷിക്കാൻ പറ്റാത്തോണ്ട്, ആ ശുശ്രൂഷിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റാത്തതും കൊണ്ട് ഭയങ്കരമായി വിഷമിച്ചു. കാരണം എന്തുവാ? ആ സ്ത്രീയുടെ പിതാവ് ഒരു ഡോക്ടറായിരുന്നു. ആ പിതാവ് ഒരു ഗർഭിണിയായ സ്ത്രീയെ ശുശ്രൂഷിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അതുകൊണ്ട് she went to America, and for the next 5 years she trained herself to be a doctor so that she could come back and help people who are dying. അതുകൊണ്ട് എന്തു പറ്റി? ഈ സ്ത്രീയെ അമേരിക്കയിൽ ചെന്ന് 5 വർഷം മെഡിക്കൽ ബിരുദം എടുത്ത് പഠിച്ച് തിരിച്ചു വന്ന് ഒരു ഡോക്ടറായി പാവപ്പെട്ടവരെ, ആവശ്യത്തിലുള്ളവരെ സഹായിക്കാനായിട്ട് അവൾ തീരുമാനിച്ചു. Her father was a doctor in those hills around Salem called Javadi Hills and those areas. അവളുടെ പിതാവ് ആ സേലത്തിൻ്റെ അടുത്തുള്ള ജവാരി ഹിൽസ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് ഒരു ഡോക്ടറായിരുന്നു. She went to America, came back and started a small clinic in Vellore. അവൾ അമേരിക്കയിൽ പോയി ഡോക്ടർ വിദ്യാഭ്യാസം പഠിച്ച് അവൾ തിരിച്ചു വന്ന് വെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങി. To help people who are created in the image of God, to ദൈവത്തിൻ്റെ have justice and righteousness, that she would be able to serve them with the love of God. ദൈവത്തിൻ്റെ നീതിയും ന്യായവും പാലിച്ച് പാവപ്പെട്ടവരെ സേവിക്കാനായിട്ട്, ശുശ്രൂഷിക്കാനായിട്ട്, അതിനുവേണ്ടി ഈ പെൺകുട്ടി ഒരു ശ്രമം എടുത്തു. Today, Christian Medical College Vellore stands as a testimony to that one lady, Ida Scudder's commitment to serve the needy in society. And thousands of people have come to know the Lord also, in addition to the medical work. ഇന്ന് വെല്ലൂർ മെഡിക്കൽ കോളേജ് ഐഡ സ്കഡർ ഈ ഒരു സ്ത്രീ ചെയ്ത ഈ ത്യാഗപരമായ പ്രവൃത്തി കാരണമാണ് ഇത്രത്തോളം ഉയർന്നത്. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ ന്യായം പാവപ്പെട്ടവർക്ക് ലഭിക്കണം എന്നുള്ള മനോഭാവത്തോടെ ഇന്ന് അവർ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ കടന്നു വന്ന് രോഗത്തിന് സൗഖ്യം പ്രാപിക്കുക മാത്രമല്ല, അനേകര് ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുന്നു അവിടെ. When we are involved in justice and righteousness, നമ്മൾ God does much more than we can think or imagine. നമ്മൾ നീതിയും ന്യായവും പുലർത്താനായിട്ട് നമ്മൾ ഒരു പടിയെടുത്ത് നമ്മൾ ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അധികമായിട്ട് ദൈവം പ്രവർത്തിക്കാൻ മതിയായവനാണ്.
We forgot to mention one thing. പാസ്റ്റർ ജെഫി ഒരു കാര്യം പറയാനായിട്ട് വിട്ടു. The only reason why this lady's father could not help this pregnant woman was because he was a male, and they did not allow males to touch women at that time. അന്ന് ഈ ഡോക്ടറായ ഐഡാസ് കഡറിന്റെ പിതാവിന് പ്രഗ്നൻ്റായ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ സഹായിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്തെന്നറിയാമോ? ഇത് ഒരു പുരുഷനായിരുന്നു. അന്ന് സ്ത്രീയെ ഈ പുരുഷൻ വന്ന് ഗൈനക്കോളജി ആ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ പ്രസവം എടുക്കുക എന്നുള്ള സഹായം ചെയ്യാൻ പാടില്ല, പറ്റത്തില്ലായിരുന്നു. They were not allowed to enter into the room of women. അങ്ങ് സ്ത്രീകൾ കിടക്കുന്ന മുറിയിൽ ഇങ്ങനെ പുരുഷന്മാരായ ഡോക്ടറിന് കയറി വരാൻ പാടില്ലായിരുന്നു, അനുവാദമല്ലായിരുന്നു. This young pregnant woman died because her father could not treat her, that woman. ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീ മരിച്ചുപോയി. അതിന് കാരണം എന്തുവാ? പിതാവിന്, ഐഡാസ് കഡറിന്റെ പിതാവിന് ആ മുറിയിൽ കടന്നു എന്ന് അവളെ സഹായിക്കാൻ സാധിച്ചില്ലാത്തതും കൊണ്ട്. This is what is justice that we actually have to make happen. ഇതാണ് നമ്മൾ പ്രാവർത്തികമായിട്ടും പ്രവർത്തിക്കേണ്ട നീതി പ്രവർത്തികൾ. We thank you for all that you are speaking to us these days. പിതാവേ, ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന എല്ലാത്തിനായിട്ടും ഞങ്ങൾ അങ്ങയോട് നന്ദിയുള്ളവരാണ്. We know there is more for us than we actually can think or imagine. കർത്താവേ, ഞങ്ങൾ ഇപ്പം ചെയ്യുന്നതിനെക്കാട്ടിലും ഒത്തിരി അധികമായിട്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ മുന്നിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. How can we ignore these things that we are hearing? ഞങ്ങൾ ഈ കേൾക്കുന്നത് എങ്ങനെ ഞങ്ങൾക്ക് കേൾക്കാത്ത പോലെ അവഗണിച്ച് ജീവിക്കാൻ പറ്റും? Pray that you would help us, oh God, to get involved in the world just like you are involved in the world today. കർത്താവേ, ഇന്ന് അങ്ങ് ഈ ലോകത്തിൽ കൈയേറ്റി പ്രവർത്തിക്കുന്നത് പോലെ ഞങ്ങളും ഈ ലോകത്തിൽ കൈയിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. Many times we don't even see how you are involved. പലപ്പോഴും അങ്ങ് എങ്ങനെയാ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കാണുന്നു Because we see a പോലുമില്ല. lot of injustice all around us and we wonder who cares. ഞങ്ങള് ഒത്തിരി അനീതി, ന്യായം, അന്യായം ചുറ്റും കണ്ടിട്ട് ആരിതിനെ കുറിച്ച് കരുതും, ആര് Somehow കരുതുമെന്ന് we ഞങ്ങൾ even ചിന്തിച്ചു think പോകുന്നു. that somehow we have feeling that even you don't care. അങ്ങ് ഇതിനെക്കുറിച്ച് ബോധവാനല്ല എന്നുള്ള ചിന്ത ഞങ്ങളിലും പലപ്പോഴും അങ്ങ് വന്നു പോകുന്നു. But you do care, oh Lord, we understand. പക്ഷെങ്കിൽ ഞങ്ങൾക്കറിയാം അങ്ങ് ബോധവാനാണ്, അങ്ങ് And കരുതുന്ന maybe you are ദൈവമാണ്. calling us to take that sacrifice, to take those steps involved. അങ്ങ് ഞങ്ങളെയും ആ പടികള് എടുക്കാൻ ഞങ്ങളെയും അങ്ങ് വിളിക്കുന്നു. Maybe we are the means through which you want to care for others. Maybe you are the means, we are the means. കർത്താവേ, അങ്ങ് ഈ ലോകത്തിന് കരുതാനായിട്ട് ഞങ്ങളെയാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരു പക്ഷേ ഞങ്ങൾ കരുതുന്നു. So കർത്താവേ, that we pray, Lord, is equip us and cause us to hear what you have for us. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയുള്ളത് കേൾക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ, സജ്ജീകരിക്കണമേ. Oh Lord Jesus, യേശുവേ, കർത്താവേ, may we be involved in your works. അങ്ങയുടെ പ്രവൃത്തികളിൽ ഏർപ്പെടാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. Thank you that you're giving us a chance. അങ്ങ് ഞങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടാൻ ഒരു അവസരം തരുന്നതിനായിട്ട് നന്ദി. We want to move into all that you have for us. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാ കാര്യത്തിലോട്ടും ഞങ്ങൾ മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Speak to us these days, O Lord, കർത്താവേ, ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളോട് and സംസാരിക്കണമേ, give us the heart to obey. അനുസരിക്കാനായിട്ടുള്ള ഹൃദയവും ഞങ്ങൾക്ക് തരണമേ. Thank you for everything. ഈ സമയത്തിനായിട്ട് ഞങ്ങൾ In നന്ദി Jesus' പറയുന്നു. precious name we pray. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.